റെസ്റ്റോറൻറ്റിലൊന്നും പോകാതെ തന്നെ വീട്ടിൽ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള പാസ്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഈ പാസ്ത എങ്ങനെയാ ഉണ്ടാക്കുന്നത് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. അതിനായി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കാനാണ്. ഈ വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാട്ടോ. കൂടെ 1 കപ്പ് മക്രോണി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ മക്രോണി ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലും എടുക്കാട്ടോ. ഇത് ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി ഇതൊന്ന് വേവിക്കാനായി വെക്കാട്ടോ. ഇതൊരു 5-6-7 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും കേട്ടോ. ഇതാണ് ഈ പരുവൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഇതിന്റെ വെള്ളമൊക്കെ അങ്ങോട്ട് മാറ്റി കളഞ്ഞ് മക്രോണി മാത്രം എടുത്ത് അങ്ങോട്ട് വെക്കാട്ടോ. ഇനി നമുക്ക് മറ്റൊരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കിയെടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3 മുട്ട കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് അടിച്ച് എടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഈ മുട്ടയൊക്കെ ഒന്ന് ചിക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നവരെയും ഇതിനകത്ത് ഒന്നും ചെയ്യണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്കൊന്ന് ചിക്കി തുടങ്ങാം. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്കിതൊന്ന് കിട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഒന്ന് വെന്തതിന് ശേഷം മാത്രം ഒന്ന് മിക്സ് ആക്കിയാൽ മതിയാവും. അതെ, ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒന്നായിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ടങ്ങ് മാറ്റി വെക്കാം. വീണ്ടും അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ 1 സവാള പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാട്ടോ. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറത്തിലൊന്നും എത്തണ്ട, ചെറുതായിട്ടൊന്നങ്ങ് വെന്ത് വന്നാൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. അതെ, അത്യാവശ്യം ഈ പരുവൊക്കെ ഒന്ന് ആയാൽ മതി. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും കേട്ടോ. ഇതൊന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 2 തക്കാളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയെ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഇത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാട്ടോ. ഇപ്പൊ ദാണ്ടെ തക്കാളിയൊക്കെ ഒന്നങ്ങ് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുവരെയൊക്കെ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ മസാലയൊക്കെ നമ്മൾ കുറച്ച് ചേർക്കുന്നുള്ളൂ. അപ്പം ഇതും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ. ആ മഞ്ഞപ്പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി കുറച്ചു നേരം 1 മിനിറ്റൊക്കെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മക്രോണി റെസിപ്പി ആട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെ. ഒരു വട്ടമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാകും കേട്ടോ. അത് ഉറപ്പാണ്. അതെ, നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളവും ചേർത്ത് ഇതൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഈ വെള്ളവും മസാലയും എല്ലാം നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് യോജിച്ച് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള, അതായത് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. മക്രോണിക്ക് നമ്മൾ ഉപ്പ് ചേർത്തതാണ്. ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാട്ടോ. ഇപ്പൊ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ മക്രോണി കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ സീസണിങ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആട്ടോ. ഇനി ഇതും നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കാം. ആ മസാലയുടെ കൂടെ മക്രോണി നന്നായിട്ടങ്ങ് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന മുട്ടയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് ഒരു 3 സ്ലൈസ് ചീസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഓപ്ഷണൽ ആണ് കേട്ടോ. ചീസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ മുട്ട ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് അടച്ചങ്ങ് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്നങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. ആ ചീസ് സ്ലൈസ് ഒക്കെ ഒന്ന് മെൽറ്റായി വരാൻ. അതെ, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ അറിയാതിരിക്കല്ലോ എന്ത് രുചിയായിരിക്കും ഇത് കഴിക്കാൻ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ആ എഗ്ഗും ആ ചീസ് സ്ലൈസും എല്ലാം കൂടെ, ആ മസാലയും എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ മക്രോണി മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഈ രീതിക്കൊന്ന് മക്രോണി ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ മക്രോണിയുടെ കുറെ വെറൈറ്റീസ് ഒക്കെ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം ഇനി ഒരുപാട് റെസിപ്പിയുമായി വീണ്ടും കാണാം.